എടാ വാമ, എന്നെ കൊലയാളിയാക്കിയ വാമ, എന്നെ കൊലയാളിയാക്കിട്ട് നീ എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നേ? വിശ്വനാഥന് കൊട്ടേഷൻ കൊടുത്ത കൊലയാളി, എന്നിട്ട് നീ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നോടാ. എന്നെ കൊണ്ട് നീ അല്ലടാ അവനെ കൊല്ലിച്ചേ. അതെ നാട്ടുകാരെ എല്ലാരും കേക്കണേ, ഇവനാണ് എനിക്ക് വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ തന്നെ. ഇവൻ ഈ വാവൻ അവന്റെ വായ, ഇവനാണ് ഇതിന്റെ എല്ലാ എന്തിനാ നിങ്ങൾ എന്നെ തല്ലിയത്? തല്ലേണ്ടത് ഇവനാ, ഈ നിൽക്കുന്നവനെ. കേറിപ്പോടാ, കേറിപ്പോടാ. വാമദേവ, നല്ല വിളഞ്ഞ ചൂറിലുണ്ടെങ്കിൽ ചാണകത്തിൽ പഴിപ്പിച്ച് കൊണ്ടുവരണം. പുറം അടിച്ചു പൊളിക്കാൻ. കേറടാ, വീട്ടിൽ കേറണം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? അങ്ങോട്ട് പോടാ. മോഹിനി, മോഹിനി, ആ വന്നവനുണ്ടല്ലോ, അങ്ങോട്ട് നടക്കടാ, അകത്തോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോ, നിന്റെ മുറിയിലോട്ട് പോടാ. പ്രതാപന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. പക്ഷെ അപ്പോഴും കരുതിയില്ല അവന് മുഴുവട്ടായെന്ന്. അതൊക്കെ എല്ലാവരും മനസ്സിൽ വെച്ചേക്ക്. അങ്ങേരുടെ അടുത്ത സുഹൃത്തല്ലേ വാമേട്ടൻ. രണ്ടാളും കൂടെ എന്റെ മോളെയും മരുമോനെയൊക്കെ ഒരുപാട് തവണ കൊല്ലാൻ നോക്കിയതല്ലേ. അങ്ങനെയുള്ളവരെ ദൈവം വെറുതെ വിടില്ല. മേഘന്റെ കാര്യം അറിയാലോ. ഞാനെല്ലാം നിർത്തി മോഹിനി. കണ്ണനെ നിന്റെ മോളെ വേദനിപ്പിച്ച അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചടി കിട്ടുമെന്ന് എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു മോഹിനി. അതുകൊണ്ട് ഇനി വളഞ്ഞ വഴി പോകുന്ന പ്രശ്നമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, എന്തിനാ അങ്ങേര് വാമേട്ടനെ കൊലയാളി എന്ന് വിളിച്ചത്? അതിന്റെ ഉത്തരം ഞാൻ തന്നെ പറയണോ മോഹിനി? അവനിപ്പോ ആരെ കണ്ടാലും കൊലയാളി എന്ന് വിളിക്കുന്ന പരുവത്തിലാ. രണ്ടെണ്ണം കൂടി കൊടുത്തിട്ട് അവനെ ഞാൻ മുറിയിലിട്ട് പൂട്ടിട്ടോട്ടാ. ആരൊക്കെയോ അവനെതിരെ മന്ത്രവാദം നടത്തിയതാണ് വാമ. അല്ലെങ്കിൽ എത്ര ആരോഗ്യത്തോടെ നടന്നവരാ അവന് ഈ ഗതി വരുമായിരുന്നോ? സ്വന്തം പ്രവൃത്തി നല്ലതാണെങ്കിലേ ഇതുപോലുള്ള തിരിച്ചടികളൊന്നും ഉണ്ടാവില്ല. ആ, വാമേട്ടൻ കയറിയിരിക്കെ. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ഞാൻ. അയ്യോ വേണ്ട മോഹിനി, ഞാനങ്ങ് പോവാ. പ്രതാപനെ ഏതെങ്കിലും നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കും മോഹിനി. അത്രത്തോളം അവന്റെ സമനില തെറ്റിപ്പോയി. ഞാനങ്ങോട്ട്. വാമ, അവിടെ നിന്നടാ, ഒരു കാര്യം പറയട്ടെ. ആ കാര്യം അങ്ങ് മറന്നുപോയി. അവിടെ നിന്നടാ. വാമ, നിന്നെ കാണുമ്പോ മാത്രമേ അവൻ കൊലയാളി എന്നൊക്കെ വിളിക്കുന്നുള്ളൂ. നീയാണ് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നീ പരമാവധി അവന്റെ മുന്നിലേക്ക് വരാതിരിക്കാൻ നോക്കണം. ഇനി 7-ാം മാസത്തിന്റെ ചടങ്ങിനെ അവനെങ്ങാനും കണ്ണനെ തറവാട്ടിലോട്ട് കയറി വന്ന കുഴപ്പമാവുമല്ലോ അമ്മേ. പിന്നെ കുഴയത്തില്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ 7-ാം മാസവും നിനക്ക് പിണ്ടം വെക്കുന്നത് ഒരുമിച്ചായിരിക്കും. വിശ്വനാഥനെ കൊന്നത് നീയും പ്രതാപനും ആണെന്ന് അറിഞ്ഞ കണ്ണ മാത്രമല്ല, മഞ്ജു, ഉണ്ണി, നിന്റെ പെങ്ങളും ഒക്കെ നിന്നെ ചുട്ടുകളയും വാമ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവനെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കാൻ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല വാമ. അവൻ ഇപ്പൊ കിടന്ന ആശുപത്രിയിലെ നല്ലൊരു മനഃശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അയാളെ ചികിത്സിക്കാൻ വന്നപ്പോ അയാളെ ജനിപ്പിച്ച എല്ലാരെയും വിളിച്ചവൻ തല്ലാനും ചെന്നു. അമ്മേ,
വിശ്വനാഥനെ ലോറി തട്ടിച്ചു കൊന്നത് പ്രതാപനാണെന്നെങ്ങാനും അവന്റെ നാവീന്ന് കണ്ണൻ അറിഞ്ഞ കണ്ണൻ പിന്നെ അതിന്റെ പിന്നാലെ പോകും.